ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ സൂപ്പർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ കരിസ്മയിൽ ഒരു പുതിയ ഓയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമില്ല, നമ്മുടെ CBR 250R ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ഓയിലാണ്. ആ ഓയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ കരിസ്മയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2000 കിലോമീറ്റർ അടുത്തായിട്ടുണ്ട് ആ ഓയിൽ ഉപയോഗിച്ച് വണ്ടി ഓടാൻ തുടങ്ങിയിട്ട്. ആ ഓയിലിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കരിസ്മയ്ക്ക് പറ്റുന്ന ഗ്രേഡും പറ്റാത്ത ഗ്രേഡും ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓയിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഓയിലിൻ്റെ ഒരു റിവ്യൂ ഇടുന്നത്. അങ്ങനെ ഒരുപാട് ഓയിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓയിൽ ഈ CBR 250R സ്റ്റോക്ക് ഓയിലാണ്. അതിൻ്റെ പേര് ത്രോട്ടിൽ എന്നാണ്. കരിസ്മയുടെ സെയിം ഗ്രേഡാണ്. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരുവിധ വിഷയമില്ല. ഏത് ബ്രാൻഡിൻ്റെ ഓയിൽ വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചു, പക്ഷേ ഗ്രേഡ് മാറാതെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഓയിൽ 10W30 ആണ്. 10W30 വരുന്ന ഏത് കമ്പനിയുടെ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഗ്രേഡ് മാറി ഉപയോഗിക്കുന്ന അത്രത്തോളം നല്ലതല്ല. ഞാൻ 20W40 കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ആ ഓയിലിന് കട്ടി കൂടുതലാണ്. കട്ടി കൂടുമ്പോഴത്തേനും നമ്മൾ വണ്ടി അത്യാവശ്യം നല്ലപോലെ ഹീറ്റായി കഴിയുമ്പോഴത്തേനും നല്ല രസമാണ്. വണ്ടിക്ക് ഭയങ്കരമായിട്ട് റിഫൈൻമെൻറ്റ് കൂടിയതൊക്കെ തോന്നുന്നല്ല, നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാൻ. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എൻജിൻ്റെ എല്ലാ ഭാഗത്തും ആ ഓയിൽ ചെല്ലത്തില്ല. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പറ്റുന്ന നമുക്ക് റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഗ്രേഡിലുള്ള ഓയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അതാണ് എൻജിൻ്റെ ലൈഫിന് ഏറ്റവും നല്ലത്. 20W40 കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സിലിണ്ടർ ഗേറ്റിനൊക്കെ എനിക്ക് വിഷയം വന്നതാണ്. സിലിണ്ടർ ഗേറ്റ് മാറേണ്ടി വന്നു. നമുക്ക് പറ്റുന്ന ഓയിലല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ നമ്മുടെ സെയിം ഗ്രേഡ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓയിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ടും പോസിറ്റീവ് മാത്രമാണ് പറയാനുള്ളത്. എനിക്ക് നേരത്തെ CBR 250R ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ സെയിം ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് CBRൻ്റെ സ്റ്റോക്ക് ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ റണ്ണിങ് പീരീഡ് എന്ന് പറയുന്നത് 6000 കിലോമീറ്ററാണ്. CBRൽ ഞാൻ ഏകദേശം 3500-4000 ഇടയ്ക്ക് ആ ഓയിൽ മാറിയില്ലായിരുന്നു. 6000 വരെ ഞാൻ പോവുകയില്ല. എന്നിരുന്നാലും ആ വണ്ടിക്കകത്ത് CBRനകത്ത് ഒരു 2500 കഴിയുമ്പോഴത്തേനും ഈ ഓയിലിൻ്റെ പെർഫോമൻസ് ചെറുതായിട്ടൊന്ന് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ സൗണ്ടൊക്കെ ഇച്ചിരി കൂടാൻ തുടങ്ങും. ചെറിയൊരു സ്മൂത്ത്നെസ് ഒക്കെ കുറയാൻ തുടങ്ങും. ഏകദേശം ഒരു 3500 കഴിയുമ്പോഴത്തേനും നമ്മുടെ സമയം പോലെ 4000-നുള്ളിൽ ആ ഓയിൽ മാറിവിടുമായിരുന്നു. അപ്പോൾ കരിസ്മയ്ക്ക് അതിപ്പം ഞാൻ പറഞ്ഞു 2000 കിലോമീറ്റർ ആയി. ഇതുവരെയായിട്ടും എനിക്ക് ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള സ്മൂത്ത്നെസ് കുറവൊന്നും തോന്നുന്നില്ല. അത് കൂടാതെ കോൾഡ് സ്റ്റാർട്ടിങ് മുതൽ അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പോലും ഒരു ശകലം പോലും സ്മൂത്ത്നെസ്സിന് കുറവുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻജിൻ്റെ റിഫൈൻമെൻറ്റ് കൂടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു രീതിയിലുമുള്ള ഒരു റിഫൈൻമെൻറ്റ് വിഷയം വന്നിട്ടില്ല. എല്ലാം കൂടിയിട്ടുണ്ട്. അത് എന്തോ ഒരു പവറിനകത്തൊക്കെ എന്തൊക്കെയോ ഒരു ചേഞ്ചസ് വന്ന പോലെ തോന്നുന്നുണ്ട്. മൈലേജിനകത്ത് എനിക്ക് വലിയ പറയാനൊന്നുമില്ല. ഓവറോൾ എൻജിൻ്റെ ഒരു റിഫൈൻമെൻറ്റും പെർഫോമൻസും ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയ പോലെ തോന്നുന്നുണ്ട്. അതേ പറഞ്ഞ് ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓയിൽ ഫോർ കരിസ്മ എന്ന് പറയുവാണെങ്കിൽ ഇതായിരിക്കും. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ശകലം കൂടെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്മൂത്തായ പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ നല്ലൊരു ഓയിൽ തപ്പി നടക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 700 സംതിങ് രൂപ വരും. 740 740 സംതിങ് എന്തോ വരും GST കൂട്ടി. നമ്മുടെ ഹോണ്ടയുടെ സർവീസ് സെൻറ്ററിൽ ഓയിൽ മേടിക്കാൻ കിട്ടും. പിന്നെ പണ്ടത്തെ പേരാണ് ത്രോട്ടിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്നൊരു പുതിയ ക്യാനകത്താണ് വരുന്നത്. അതിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ത്രോട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. പക്ഷേ CBRൻ്റെ 250R ഓയിൽ തന്നെയാണ്, കമ്പനി ഓയിൽ തന്നെയാണ്. അത് ഹീറോയുടെ ജെന്യൂൻ ആയിട്ടുള്ള ഓയിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഓയിൽ ചേഞ്ച് ചെയ്തു, ആ കമ്പനി ഓയിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് വണ്ടി എടുക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഒരു ചേഞ്ചസ്, അതായത് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും നമുക്ക് വണ്ടിക്കകത്ത് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഒരു 200 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്ററൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടുവാണെങ്കിൽ, അല്ലെങ്കിൽ എൻജിൻ അതുപോലെ ഹീറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് കുറഞ്ഞു വരുന്നവരാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതേ കേസ് തന്നെയാണ് എനിക്ക് ഷെല്ലിൻ്റെ ഓയിലൊക്കെ ഞാൻ ആദ്യം ഒഴിക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നും അത്രത്തോളം ഒരു
അടിപൊളി പെർഫോമൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ചില ഓയിൽ ഉപയോഗിക്കുമ്പോഴത്തേനും കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്മൂത്ത്നെസ് തോന്നും. വണ്ടി ചൂടാവുന്നതനുസരിച്ച് റിഫൈൻമെൻറ്റ് കുറഞ്ഞു വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. CBR ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നൊരു കാര്യമാണ് ഈ ഓയിൽ ഒരു ദിവസം നമ്മുടെ കരീസ്മേൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. കാരണം എനിക്ക് അന്നും അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഓയിൽ കിട്ടിയിരുന്നില്ല. അപ്പോൾ റീസെൻ്റായിട്ടൊരു ഓയിൽ ചേഞ്ചിങ് വന്നപ്പോഴത്തേനും കോട്ടയത്തെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ഓയിൽ മേടിച്ചത്. അങ്ങനെ അത് മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഓവറോൾ എൻജിൻ പെർഫോമൻസിലും എല്ലാത്തിലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറൊരു ഓയിൽ എൻ്റെ മനസ്സിൽ ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ഓയിൽ വേറെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഉപയോഗിച്ചതിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓയിൽ കരീസ്മയ്ക്ക് മാത്രമല്ല, ഹീറോ ഹോണ്ടയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓയിലാണ്. കാരണം ഓൾമോസ്റ്റ് എനിക്കൊന്ന് എല്ലാ വണ്ടിയുടെയും ഓയിൽ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 10W30 തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ലവ് യുവർ മെഷീൻ, ലവ് യുവർ സെൽഫ്, ടേക്ക് കെയർ, ബൈ ബൈ.